പിന്നെ ലോജിക്കിൻ്റെ കുറേ ഇഷ്യൂസ് ഇതിനകത്തുണ്ട്. അപ്പോൾ പിന്നെ ഇങ്ങനത്തെ ഒരു സിനിമ ആയതുകൊണ്ട് ഒരുപക്ഷെ നമുക്ക് ആ ലോജിക്കിൻ്റെ ഒരു കാര്യങ്ങളെല്ലാം നമുക്ക് വിട്ടുകൊടുക്കാം. പക്ഷേ ഓവർ ഓഫ് ആക്ഷൻസ് അതായത് എനിക്ക് വ്യക്തിപരമായിട്ട് വർക്കൗട്ടായില്ല. എന്തായാലും തീർച്ചയായിട്ടും തിയേറ്ററിൽ ഒരു തവണ കാണാം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അങ്ങനെ കൂടുതലോ അദ്ദേഹത്തിൻ്റെ ഒരു കരിയറിൽ ഒരു പീക്ക് ടൈമിൽ അദ്ദേഹം അവസാനം ഇനി ഒരു സിനിമ കൂടെ മാത്രമേ അദ്ദേഹത്തിന് വരാനുള്ളൂ. ആ ഒരു സമയത്തെങ്കിലും അദ്ദേഹത്തിന് കുറച്ചുകൂടെ ഒരു കഥയുടെ കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ പുലർത്താമായിരുന്നു. ഇപ്പോൾ പല ഫാൻസും ഇവിടെ സിനിമ കണ്ടിറങ്ങിയപ്പോഴത്തേക്ക് അവരുടെ അഭിപ്രായം പലരും യോജിക്കുന്നതന്നെ ഞാൻ വിചാരിക്കുന്നു. അവരെല്ലാവരും പറയുന്നത് അദ്ദേഹത്തിൻ്റെ യൂഷ്വൽ സ്വാഗും കാര്യങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. ഇനിയൊരു സിനിമ കൂടെ മാത്രമേ ബാക്കിയുള്ളൂ. എന്തെങ്കിലും ഒരു വ്യത്യസ്തത കൊണ്ടുവരുത്താമായിരുന്നു എന്ന് തോന്നി. ഇനി അടുത്ത ഒരു സിനിമ കൂടെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ രണ്ടാം ഇന്നിങ്സ് രാഷ്ട്രീയത്തിൽ എന്നാണ്. അപ്പം അദ്ദേഹം അടുത്ത തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് കാൻഡിഡേറ്റ്സിനെ കണ്ടെത്തുന്ന കാര്യം വരെ ആ ഒരു രീതിയിൽ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത സിനിമയിലെങ്കിലും കുറേ കൂടെ വ്യത്യസ്ത രീതിയിൽ എന്തെങ്കിലും നമുക്കൊരു ഫുൾ ഓൺ ഒരു ഗൂസ് ബംസ് മൊമെൻറ്റ്സ് ഒക്കെ കിട്ടുന്ന രീതിയിൽ അദ്ദേഹം തിരിച്ചു വരും എന്ന് തന്നെയാണ് പ്രതീക്ഷ.